വെൽക്കം ബാക്ക് ടു ഫാമിലി സ്പീക്കർ. ഗുഡ് മോർണിംഗ്. ചെറുനാരങ്ങ ഇഞ്ചിയും ഇട്ട് വെച്ച വെള്ളമാണ്, വെളുത്തുള്ളിയും. കഫക്കെട്ട് മാറാൻ നല്ലതാണ് കേട്ടോ. വല്ലാത്ത കഫക്കെട്ടുണ്ട് എല്ലാവർക്കും, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാന്ന് തോന്നുന്നു. ഒരു ചെറുനാരങ്ങയും കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ക്ലൈമറ്റ് മാറിയിട്ടാന്ന് തോന്നുന്നു നല്ല കഫക്കെട്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൽ തുളസിയും പനിക്കൂർക്കയൊക്കെ ഇടാം. നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ. ചെറിയ ചൂട് തന്നെ കുടിക്കണം. ഇതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ, എൻ്റെ വീട്ടിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഇല എടുക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവനാണ് മാക്സ്, ലാബ്രഡറാണ്. മറ്റേത് ലിയോ, റോട്ട് വീലറാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഡോഗ്സ് ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 2 ഉണ്ട്. അതുപോലെ അന്നുവിൻ്റെ വീട്ടിലും ഉണ്ട് 3, പിന്നെ അനിയത്തി ജിൻസിയുടെ വീട്ടിലും ഉണ്ട് ഒരു ലാബ്. അവരെ ഫുഡ് ഇടുന്ന സ്ഥലത്തേക്ക് ഓടിയത് അല്ലേ, അവർക്ക് ശീലമായി. അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. പിന്നടോ പൂവനെ പഠിച്ചിട്ട് ഇവര് കൂട്ടിലാണ് പോവുക കേട്ടോ. ലിയോൻ്റെ കൂട്ടിലേക്കാണ് പോവുക. ഇവരെല്ലാം ഇപ്പം ഇറക്കിയിട്ട് കയറ്റിയത് കേട്ടോ. എന്നാ ലിയോ, സിറ്റ്. ഗുഡ് ബോയ്. ഇല്ല, കുടിച്ചിട്ടില്ല. കാണിച്ചെന്നാ കയ്യിലുള്ള വെള്ളം വരെ ഇതിൽ ഉരക്കാൻ തുടങ്ങി. ഇതെവിടെ കണ്ടുപിടിച്ച് തേങ്ങയും ശർക്കരയും. ശർക്കര ഇല്ലെങ്കിൽ വെല്ലം എന്നെല്ലാം പറയും. കട്ടി കുറച്ച് പരത്തിയെടുക്കുക. കട്ടി കുറച്ചിട്ടാണ്, കുറച്ച് കട്ടിയിൽ ഇഷ്ടം. മധുരട്ടട ഉണ്ണീൻ്റെ ഫേവറേറ്റാണ്. നമ്മളിവിടുത്തെ കൊഴുക്കട്ട പോലെയല്ല എല്ലായിടത്തെയും കൊഴുക്കട്ട. നമ്മളധികം ഉണ്ടാക്കുന്നത് കൊഴുക്കട്ട ഒന്നും വെക്കാണ്ട് ഉരുട്ടി വെച്ചിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മുറിച്ചിട്ടിട്ട് ചമ്മന്തിയും കൂടെ മിക്സ് ആക്കുമല്ലോ ചെയ്യാം. പക്ഷെ എല്ലാ നാട്ടിലും കൊഴുക്കട്ട അത് കഷ്ണമാക്കിയിട്ട് മിക്സ് ചെയ്യുന്നത്. പക്ഷെ അധിക നാട്ടിലും കൊഴുക്കട്ടൻ്റെ ഉള്ളിൽ ശർക്കര വെച്ചിട്ട് അതാ ഹോട്ടലിലെല്ലാം ഉണ്ടാവും. മസ്കറ്റിൽ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പറഞ്ഞ് അങ്ങനെ കണ്ടിട്ടില്ല അവർ, കൊല്ലത്തുള്ള ആൾക്കാർ. മറ്റേ ചമ്മന്തി ഇട്ട് മിക്സ് ആക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ നമ്മൾ മുളേശനം കൂട്ടും, മീൻ മുളേശനം. ചമ്മന്തി ഇട്ടിട്ട് ഇതുപോലെ അട വെച്ച് വെക്കൂല, ഉണ്ടാക്കൂല. കാക്കയില ഓടിക്കും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ചെറുനാരങ്ങ ഇട്ട് വെക്കും. അമ്മ പണ്ട് മുതലേ ചെയ്യുന്നത്. ഇത് അമ്മ ഉണ്ടാക്കുന്ന കാച്ചി എണ്ണയാണ്. ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്ന രീതി പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ. ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 പ്രാവശ്യം യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
നാട്ടിലുള്ളപ്പോൾ പറ്റുന്ന സമയത്ത് ഞാൻ ചെമ്പരത്തിയുടെ താളി തേച്ച് കുളിക്കാറുണ്ട്. എപ്പോഴും അല്ല, ചില ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എടുത്തു വെച്ചതാണ് ഈ വീഡിയോ. പിന്നെ ഞാനിത് കഫക്കെട്ടൊക്കെ മാറിയതിന് ശേഷമാണ്. കഫക്കെട്ട് എനിക്ക് നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയായിരുന്നു. കാരണം പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് ഇത്. എണ്ണ തേക്കുന്നതും താളി ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ താളി കല്ലിൽ ഉരച്ചിട്ടാണ് ചെയ്യുന്നത്. മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട് ചില സമയത്ത്. പിന്നെ ഇത് ഞാൻ കല്ലിൽ വെച്ചിട്ട് തന്നെ ഉരച്ച് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. നല്ല എരിവില്ലേ മുളകിന്? നല്ല എരിവും നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉള്ള മുളകാണിത്. ചമ്മന്തി പൊടിച്ചാലോ അല്ലെങ്കിൽ മീൻ മുളകിട്ടതിലൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ്, അത് മാത്രം കഴിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയം കേട്ടോ വൃശ്ചികം. ഈ വൃശ്ചിക കാറ്റ് എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ ഒരു കുറേ ഓർമ്മകളുണ്ട്. സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ അച്ഛമ്മയുടെ കൂടെ കരിയിലയൊക്കെ കൂട്ടി തീയിട്ട് അതൊക്കെ കായുന്ന നല്ല നല്ല തണുത്ത കാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സമയം. ലിയോ വന്നിട്ട് ഇവരുടെ ചോറ് കഴിക്കുക. അവൻ്റെ കൂട്ടിൽ കയറിയിട്ട് അവൻ ബാക്കി വെച്ച ചോറ് വേണമെങ്കിൽ ഇവർ കഴിക്കും. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവുക. പക്ഷെ ഇയാളാട്ടോ ഡേഞ്ചർ, ലാബാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ കൂട്ടിൽ കയറിയാൽ പ്രശ്നമില്ല, അവൻ്റെ ഫുഡ് എങ്ങാനും എടുത്തിട്ടുണ്ട് അവൻ തീർക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ കഫക്കെട്ടിനുള്ള വെള്ളം ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വരുന്ന സമയത്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.